നമസ്കാരം കുട്ടികളെ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബേസിക് ഇലക്ട്രിസിറ്റിയിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. മൈക്കിൾ ഫാരഡേ എന്ന ശാസ്ത്രജ്ഞൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ സംബന്ധിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത രണ്ട് നിയമങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ഫസ്റ്റ് ലോ: whenever a flux linking through a circuit is changed, an EMF is induced in it. The induced EMF exists so long as the change is taking place. In other words, when a conductor is moved in a magnetic field or conductor is placed in a changing magnetic field, then an EMF is induced in it. എന്ന് വെച്ചാൽ ഒരു കണ്ടക്ടർ ഈസ് മൂവ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്, ഒരു ചാലകം, കണ്ടക്ടർ മീൻസ് വൈദ്യുത ചാലകം, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ, ഓർ കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് ഇൻ എ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്, ഒരു കണ്ടക്ടർ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ, അല്ലെങ്കിൽ അതിൻ്റെ പോളാരിറ്റി ചേഞ്ച് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഒരു കണ്ടക്ടർ വെച്ചാലും, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കാന്തിക മണ്ഡലത്തെ ഒരു ചാലകം ഖണ്ഡിക്കുമ്പോൾ ഒരു വൈദ്യുതി ആ ചാലകത്തിൽ പ്രേരിതമാക്കുന്നു. then an EMF is induced in it. When a conductor moved in a magnetic field or a conductor is placed in a changing magnetic field, then an EMF is induced in it. This is the first law, Faraday's first law of electromagnetic induction. ഒരു വൈദ്യുത ചാലകം ഒരു കാന്തിക മണ്ഡലത്തെ ഖണ്ഡിക്കുകയോ അല്ലെങ്കിൽ കാന്തിക മണ്ഡലം തന്നെ അവിടെ ചേഞ്ച് ചെയ്യുകയോ ചെയ്താൽ, കാന്തിക മണ്ഡലം ചേഞ്ച് ചെയ്തിട്ട് ചാലകത്തെ ഖണ്ഡിക്കാം, ചാലകം മൂവ് ചെയ്തിട്ടും മാഗ്നറ്റിക് ഫീൽഡിനെ ഖണ്ഡിക്കാം. അപ്പോൾ ഈ രണ്ട് കേസിലും ഒരു എങ്ങനെയാണെങ്കിലും ആ ചാലകത്തിൽ ഒരു വൈദ്യുതി പ്രേരിതമാക്കപ്പെടുന്നു. ഇതാണ് ഫസ്റ്റ് ലോ. ഒന്നും കൂടെ പറയാം. when a conductor is moved in a magnetic field or conductor is placed in a changing magnetic field, then an EMF is induced in it. This is called induced EMF. അങ്ങനെ പ്രേരിത വൈദ്യുതി എന്ന് പറയുന്നു. ഓക്കെ. രണ്ടാമത്തെ ലോ: the magnitude of an EMF induced in the circuit is directly proportional to the rate of change of flux. രണ്ടാമത്തെ നിയമം പറയുന്നത് the magnitude of the EMF induced in the circuit is directly proportional to the rate of change of flux. ആ ചാലകത്തിൽ ഉണ്ടാകുന്ന വൈദ്യുതി ആ ചേഞ്ചിന് അല്ലെങ്കിൽ ഫ്ലെക്സിൻ്റെ, ഫ്ലെക്സ് മീൻസ് മാഗ്നറ്റിക് ഫ്ലെക്സ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് മാഗ്നറ്റിക് ലൈൻസ്, ഒരു ഗ്രൂപ്പ് ഓഫ് മാഗ്നറ്റിക് ലൈൻസിനെയാണ് മാഗ്നറ്റിക് ഫ്ലെക്സ് എന്ന് പറയുന്നത്. ആ ഫ്ലെക്സിനെ ഖണ്ഡിക്കുമ്പോഴുണ്ടാകുന്ന വൈദ്യുതിയുടെ അളവ് ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലെക്സിൻ്റെ ചേഞ്ചിന് നേരനുപാതത്തിലായിരിക്കും, അല്ലെങ്കിൽ ഫ്ലെക്സിനെ ഖണ്ഡിക്കുന്നതിന് നേരനുപാതത്തിലായിരിക്കും. കൂടുതൽ ഫ്ലെക്സിനെ ഖണ്ഡിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ വേഗതയിൽ ഖണ്ഡിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന വൈദ്യുതി അല്ലെങ്കിൽ EMF കൂടുതലായിരിക്കും, അല്ലെങ്കിൽ നേരനുപാതത്തിലായിരിക്കും. ഫ്ലെക്സിനെ ഖണ്ഡിക്കുന്നതിൻ്റെ റേറ്റ് കൂടുമ്പോൾ വൈദ്യുതി കൂടുന്നു. അത് രണ്ടും വിപരീത. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് flux linkage is directly proportional to magnitude of EMF induced in it in the circuit. ഒന്ന് മറ്റേതുമായിട്ട് അനുപാതികമാണെങ്കിൽ രണ്ടാമത്തേത് ആദ്യത്തേതുമായിട്ടും അനുപാതികമായിരിക്കും. അപ്പോൾ രണ്ട് നിയമങ്ങൾ ഇതാണ്. ഇനി ഈ ഒന്നും കൂടെ പറയണമെങ്കിൽ പറയാം. ഒന്നാമത്തെ നിയമം: ഒരു കാന്തിക മണ്ഡലത്തെ ഒരു ചാലകം ഖണ്ഡിക്കുമ്പോൾ ആ ചാലകത്തിൽ ഒരു വൈദ്യുതി പ്രേരിതമാക്കപ്പെടുന്നു. രണ്ടാമത്തെ നിയമം: ആ പ്രേരിത വൈദ്യുതിയുടെ മാഗ്നിറ്റ്യൂഡ്, ആ വൈദ്യുത പ്രേരണത്തിൻ്റെ അളവ് കാന്തിക മണ്ഡലത്തിനെ ഖണ്ഡിക്കുന്നതിൻ്റെ നിരക്കിന് ആനുപാതികമായിരിക്കും, നേരനുപാതത്തിലായിരിക്കും. ഇത് രണ്ടെണ്ണമാണ് ഫ്ലെമിങ്സ് ഫസ്റ്റ് ലോയും ഫാരഡേസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും. ഇനി ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ.
ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, അല്ലെങ്കിൽ ഈ വൈദ്യുത ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ സംബന്ധിക്കുന്ന ഒരു നിയമമാണ് ഫ്ലെമിങ്സ് എന്ന ശാസ്ത്രജ്ഞൻ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് അതിന് ഫ്ലെമിങ്സ് റൂൾ എന്ന് പറയുന്നത്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അത് എന്താണ് പറയുന്നത് നോക്കാം. ഇഫ് ദ തമ്പ്, forefinger and middle finger of the right hand are stretched perpendicular to each other and the thumb points to the direction of motion of the conductor, forefinger points the direction of flux, then the middle finger will point the direction of EMF induced in the conductor. See figure 2. എന്ന് വെച്ചാൽ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ നമ്മൾ വലത് കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് തള്ളവിരലും നടുവിരലും ചൂണ്ടുവിരലും പരസ്പരം ലംബമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടക്ടറിൻ്റെ മോഷൻ്റെ ഡയറക്ഷൻ തള്ളവിരലിന് ഡയറക്ഷനിലാണെങ്കിൽ ഈ കാന്തിക മണ്ഡലത്തിൻ്റെ ഡയറക്ഷൻ ചൂണ്ടുവിരലിനും ഡയറക്ഷൻ ഓഫ് EMF ഈ നടുവിരലിൻ്റെ ഡയറക്ഷനും സെയിം ആയിരിക്കും. അതായത് അതിൽ ഒരു ലൈൻ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൂന്നും പരസ്പരം ലംബമായിരിക്കും. മോഷൻ ഓഫ് കണ്ടക്ടർ ദിസ് ഡയറക്ഷൻ, ഫ്ലെക്സ് മാഗ്നറ്റിക് ഫ്ലെക്സിൻ്റെ ഡയറക്ഷൻ ദിസ് ഡയറക്ഷൻ, ഇൻഡ്യൂസ്ഡ് EMF ഈ ഡയറക്ഷൻ. അതായത് ഫ്ലെക്സും ഇൻഡ്യൂസ്ഡ് EMFും വിപരീത ദിശയിലായിരിക്കും. അല്ലെങ്കിൽ ഫ്ലെക്സിനെ ലംബമായിട്ട് വേണം കട്ട് ചെയ്യാൻ. ലംബമായിട്ട് കട്ട് ചെയ്യുക. മോഷൻ ഏത് ഡയറക്ഷനിലാണോ ആ കണ്ടക്ടർ ചലിക്കുന്നത് അതിൻ്റെ ലംബമായിട്ടായിരിക്കും ഫ്ലെക്സ്, മാഗ്നറ്റിക് ഫ്ലെക്സ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിന് ലംബമായിട്ടായിരിക്കും കറണ്ടിൻ്റെ പ്രവാഹം. ആണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. EMF induced in a conductor. The EMF induced in a conductor depends on the changes of the flux which can be produced in the following manners. ഒരു കണ്ടക്ടറിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ട് EMF induced in a conductor depends upon change of flux. ആ കാന്തിക മണ്ഡലത്തിൻ്റെ അല്ലെങ്കിൽ കാന്തിക ഫ്ലെക്സിൻ്റെ ചേഞ്ചിന് ആനുപാതികമായിരിക്കും. അതിനെ ആശ്രയിച്ചിരിക്കും. അത് രണ്ട് തരത്തിൽ സംഭവിക്കാം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ രണ്ട് തരത്തിൽ സംഭവിക്കാം. ഒന്നുകിൽ കാന്തത്തിനെ ചലിപ്പിച്ചുകൊണ്ടോ കാന്തിക മണ്ഡലത്തിലെ ചലിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കണ്ടക്ടറിനെ ചലിപ്പിച്ചുകൊണ്ടോ. കാന്തിക മണ്ഡലം കണ്ടക്ടറിനെ കട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. മാഗ്നറ്റിക് ഫ്ലെക്സ് കണ്ടക്ടറിനെ കട്ട് ചെയ്യണം. അത് രണ്ട് തരത്തിൽ സംഭവിക്കും. ഒന്നെങ്കിൽ കാന്തിക മണ്ഡലം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, നോർത്ത് പോളും സൗത്ത് പോളും മാറിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കാന്തത്തിനെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അതുമല്ലെങ്കിൽ രണ്ടാമത്തെ തരം ഈ കോയിലിനെ അല്ലെങ്കിൽ കണ്ടക്ടറിന് മൂവ് ചെയ്യിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ രണ്ട് തരത്തിൽ കട്ട് ചെയ്യാം. അതാണ് നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത്. ഒന്നാമത്തെ തരം, whenever a conductor is moving in the magnetic field, a change of flux is produced, which causes an EMF to be induced in the conductor. This EMF is said to be dynamically induced EMF. Example, generators, dynamos, etc. അതായത് whenever a conductor is moved in a magnetic, ചാലകം ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്നു. അപ്പം ചേഞ്ച് ഓഫ് ഫ്ലെക്സ് ഫ്ലെക്സിനെ ഖണ്ഡിക്കുന്നു. ചേഞ്ച് ഓഫ് ഫ്ലെക്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് വിച്ച് കോസസ് ആൻ EMF ടു ബി ഇൻഡ്യൂസ്ഡ് ഇൻ ദ കണ്ടക്ടർ. അത് ആ ചാലകത്തിൽ കണ്ടക്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യാൻ കാരണമാകുന്നു. ദിസ് EMF ഈസ് സെഡ് ടു ബി ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ഡൈനാമിക്കലി അതായത് ചലനം കൊണ്ടുണ്ടാകുന്നത്. അതായത് ഈ കോയിലിൻ്റെ അല്ലെങ്കിൽ കണ്ടക്ടറിൻ്റെ ചലനം കൊണ്ട് ആ കണ്ടക്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടാൽ, ആ ചാലകത്തിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടാൽ അതിനെയാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. ജനറേറ്ററുകളിലും ഡൈനാമോയിലും ഒക്കെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് അങ്ങനെയാണ്. അതായത് കോയിൽ മാഗ്നറ്റിക് ഫ്ലെക്സിൽ കോയിലിൻ്റെ ഫിസിക്കൽ മൂവ്മെൻറ്റ് കൊണ്ടാണ് മാഗ്നറ്റിക് ഫ്ലെക്സിനെ കട്ട് ചെയ്യുന്നത്. രണ്ടാമത്തേത്, when the conductor is kept stable but the current flowing through the conductor is changing. കണ്ടക്ടർ സ്ഥിരമായിട്ട് സ്റ്റേഷനറി ആയിട്ട് അവിടെ നിൽക്കുന്നു. ഇനി ഫ്ലെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട്
മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെങ്കിൽ എ സി കറണ്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എ സി എന്ന് പറഞ്ഞാൽ എപ്പോഴും പോളാരിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ എ സി കറണ്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സും അതിൻ്റെ പോളാരിറ്റി നോർത്തും സൗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ എ സി കറണ്ട് കൊണ്ട് മാഗ്നറ്റ് ഉണ്ടാക്കുകയും കണ്ടക്ടർ സ്റ്റേബിളായിട്ട് നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ കണ്ടക്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതായത് അപ്പോഴും ഫ്ലെക്സിനെ ഈ കണ്ടക്ടർ കട്ട് ചെയ്യുന്നുണ്ട്. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ പോളാരിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനനുസൃതമായി ഓരോ പ്രാവശ്യം പോളാരിറ്റി ചേഞ്ച് ചെയ്യുമ്പോഴും ഈ കണ്ടക്ടറിനെ കട്ട് ചെയ്യും, മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്യും. അപ്പോൾ ആ കണ്ടക്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. അത്തരം ഇൻഡ്യൂസ്ഡ് EMFനെയാണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. സ്റ്റേഷനറി, അതായത് നിശ്ചലാവസ്ഥയിൽ അവിടെ ഒരു വസ്തുവും ചലിക്കുന്നതായില്ല. മാഗ്നറ്റിക് ഫ്ലക്സ് ചലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫിസിക്കൽ മൂവ്മെൻ്റ് ഇല്ല. ഒരു വസ്തുവും മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് പോകുന്നത്. അതൊരു ഇമാജിനറി ഒരു സാധനമാണ്. ഒരു ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സംഗതിയാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. അതിൻ്റെ പോളാരിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഈ കണ്ടക്ടറിനെ കട്ട് ചെയ്യുന്നു. അതാണ് അത്തരം ഇൻഡക്ഷനാണ് ട്രാൻസ്ഫോർമറിൽ ഒക്കെ ഉണ്ടാകുന്നത്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറിലൊക്കെ സംഭവിക്കുന്നത് അവിടെ ചലിക്കുന്ന വസ്തുക്കളൊന്നുമില്ല. പ്രൈമറി കോയിൽ, സെക്കൻഡറി കോയിൽ. പ്രൈമറി കോയിലിലൂടെ കടന്നു പോകുന്ന കറണ്ട് ഈ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് അത് സെക്കൻഡറി കോയിലിലേക്ക്, രണ്ടാമത്തെ കോയിലിലേക്ക് ഇൻഡ്യൂസ് ചെയ്യപ്പെടും, കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന കറണ്ടിനെയാണ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. അതുകൊണ്ട് therefore to induce an EMF there should be motion, length and magnetic flux. അവിടെ ഒരു കാന്തം അല്ലെങ്കിൽ വൈദ്യുതി പ്രേരിതമാക്കപ്പെടണമെങ്കിൽ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ there should be a motion, ഒരു ചലനം ഉണ്ടാവണം. ലെങ്ത്, ആ കണ്ടക്ടറിൻ്റെ ലെങ്ത്, അത് നീളത്തിന് അനുപാതികമാണ് ഇൻഡ്യൂസ്ഡ് EMF. ആൻഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവണം. അപ്പോൾ E is equal to B into L into V. E is the induced EMF in volts, B flux density, L length of conductor meter, V velocity of conductor in meter per second. അതാണ് ഇൻഡ്യൂസ്ഡ് EMF E. ഇൻഡ്യൂസ്ഡ് EMF കാണാനുള്ള ഫോർമുല. In the above formula, the angle between the direction of magnetic flux and the direction of motion of conductor is 90 degree. If the angle lesser than 90 degree but greater than 0 degree, then E is equal to BL into V sin theta. V sin theta. അതായത് കണ്ടക്ടറിനെ ലംബമായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ, കണ്ടക്ടറിനെ ഫ്ലക്സ് ലംബമായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ, 90 ഡിഗ്രിയിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഈ മുകളിലത്തെ ഫോർമുല ആപ്ലിക്കബിൾ ആണ്. E is equal to BLV. ഇനി അതൊരു നിശ്ചിത ആംഗിളിൽ 90 ഡിഗ്രിയിൽ കുറവും 0 ഡിഗ്രി കൂടുതലും ആണെങ്കിൽ അവിടെ ഈ ഫോർമുലയാണ് ആപ്ലിക്കബിൾ. E is equal to B into L into V sin theta. ഈ സൈൻ തീറ്റ 0 ആണെങ്കിൽ അവിടെ പിന്നെ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതായത് അവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവില്ല. അതായത് കണ്ടക്ടറിന് പാരലായിട്ടാണ് ഫ്ലക്സ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ വൈദ്യുതി പ്രേരിതമാക്കപ്പെടുന്നില്ല. ഇനി സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണെന്ന് നോക്കാം. When a current is passed through a coil, then a magnetic flux is produced around it. Now the direction of current is changed, then the direction of magnetic flux is also changed. If an alternating current is passed through the coil, then the magnetic field produced will also be alternating. This way, an alternating magnetic flux produces an induced EMF in the coil. The property of a coil of inducing an EMF in itself when placed in an alternating magnetic field is known as self-induction or self-inductance. It is denoted by the letter L. Its unit is Henry, which is denoted by the letter H. See figure 3. അതായത് ഒരു ചാലകത്തിലൂടെ ഒരു കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ എ കോയിൽ, ഒരു കോയിലിലൂടെ വൈദ്യുതി, കോയിൽ എന്ന് പറഞ്ഞാൽ ചാലകത്തിൻ്റെ ചുരുൾ, അതിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് അതിന് ചുറ്റും ഉണ്ടാകുന്നു. മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകുന്നു. ആ മാഗ്നറ്റിക് ഫ്ലക്സ്
എങ്ങനെയാണ് ആ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു എ സി കറണ്ട് ആണെങ്കിൽ നൗ ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഈസ് ചേഞ്ച്ഡ്. ഈ കറണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇത് പോയിസും ന്യൂട്രലും അല്ലെങ്കിൽ ഈ ഡയറക്ഷൻ എ സി കറണ്ട് ആണെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് നെഗറ്റീവും നെഗറ്റീവ് പോസിറ്റീവും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ പഠിച്ചു എ സി കറണ്ടിൻ്റെ പോളാരിറ്റി എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ ഫ്ലെക്സ് ഇത് നോർത്തും ഇത് സൗത്തും ആണെങ്കിൽ ഇത് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ഇങ്ങനെ പോവും. കുറച്ച് കഴിയുമ്പോൾ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക്, കുറച്ച് കഴിയുമ്പോൾ നല്ല ഒരു സെക്കൻഡിൽ നമ്മുടെ എ സി കറണ്ടിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 50 ഹെർട്സ് ആണ്. അതായത് ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം ഇതിൻ്റെ പോളാരിറ്റി ചേഞ്ച് ചെയ്യും. ഏത് കറണ്ടിൻ്റെ പോളാരിറ്റി ചേഞ്ച് ചെയ്യുന്നു, കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് അതേപോലെ തന്നെ അതേ അനുപാതത്തിൽ ഈ മാഗ്നറ്റിക് ഫ്ലെക്സിൻ്റെ പോളാരിറ്റിയും ചേഞ്ച് ചെയ്യും. ഇവിടെ നോർത്ത് ഇവിടെ സൗത്ത് ആണെങ്കിൽ ആ 50 സെക്കൻഡിൻ്റെ 50 അംശത്തിൽ അടുത്ത പ്രാവശ്യം ഇത് സൗത്തും നോർത്തുമായി മാറും, ഇത് പിന്നെ നോർത്തും സൗത്തുമായി മാറും. അതായത് ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം നോർത്തും സൗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോഴിവിടെ വീണ്ടും ഒരു മാഗ്നറ്റിക് ഫ്ലെക്സ് ആ കോയിൽ തന്നെ പ്രേരിതമാക്കപ്പെടുന്നു. അതായത് ഒരു കോയിലിലൂടെ കറണ്ട് പ്രവഹിക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു മാഗ്നറ്റിക് ഫ്ലെക്സ് ഉണ്ടായിട്ട് ആ മാഗ്നറ്റിക് ഫ്ലെക്സ് കൊണ്ട് തന്നെ വീണ്ടും ആ കോയിലൊരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ആ പ്രതിഭാസത്തിനെയാണ് സെൽഫ് ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് ഹെൻറിയാണ്. അതായത് കറണ്ട് കടന്നു പോകുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലെക്സ് ഉണ്ടാകുന്നു. ആ മാഗ്നറ്റിക് ഫ്ലെക്സ് കൊണ്ട് തന്നെ വീണ്ടും അതിലൊരു കറണ്ട് പ്രേരിതമാക്കപ്പെടുന്നു. ആ പ്രതിഭാസത്തിനെയാണ് എന്ത് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി if a current of L amperes is passed through the coil, N turns and the produced magnetic flux is 5 Webers, then L is equal to N phi in by L Henry. That is self inductance L is equal to N number of turns into phi, means അതായത് if a current of L ampere is passed through a coil and N turns and produces a magnetic field is 5 Webers, then self inductance L is equal to N number of turns into magnetic field 5 Webers, I ഇത് പിന്നെ ആംപിയർ ആണ്. അപ്പോൾ അത്രയും ഹെൻറിയാണ് ഈ സെൽഫ് ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ അളവ്. അത് കാണാനുള്ള ഫോർമുല മില്ലി ഹെൻറി 10⁻⁻³ ഹെൻറി, 10⁻³ ഹെൻറി. നമ്മുടെ സബ് മൾട്ടിപ്പിൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 1 ഹെൻറി ഈസ് ഈക്വൽ ടു 10⁻³ 1000 മില്ലി ഹെൻറി. മൈക്രോ ഹെൻറി 10⁻⁻6 ഹെൻറി ഓർ 1 ഹെൻറി ഈസ് ഈക്വൽ ടു 10⁻⁶ മൈക്രോ ഹെൻറി. If a current is changing at the rate of 1 ampere per second and it is inducing an EMF of 1 volt in a coil, then its inductance will be 1 Henry. ഒരു കറണ്ട് ഒരു ചേഞ്ചിങ് അറ്റ് ദ റേറ്റ് ഓഫ് 1 ആംപിയർ പെർ സെക്കൻഡ്, 1 ആംപിയർ പെർ സെക്കൻഡ് റേറ്റിൽ അത് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഡ്യൂസ്ഡ് EMF 1 വോൾട്ടും ആണെങ്കിൽ കോയിലുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF 1 വോൾട്ടും ആണെങ്കിൽ then the inductance will be 1 Henry. സെൽഫ് ഇൻഡക്റ്റൻസ് 1 ഹെൻറി ആയിരിക്കും. 1 ആംപിയർ ചേഞ്ചും 1 വോൾട്ട് കറണ്ടും ആണ് ആ കോയിലൂടെ പോകുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സെൽഫ് ഇൻഡക്റ്റൻസ് 1 ഹെൻറി ആയിരിക്കും. ഇൻഡ്യൂസ്ഡ് EMF is equal to സെൽഫ് ഇൻഡക്റ്റൻസ് ഇൻറ്റു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട്. E is equal to self inductance, E is equal to minus L into di by dt. E induced EMF, L inductance in Henry, di change in current, dt time taken by di current change ചെയ്യുന്നതിൽ എടുക്കുന്ന സമയം. മൈനസ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് അപ്ലൈഡ് EMF. അതായത്
അതിൻ്റെ അകത്ത് ഏറ്റവും പ്രത്യേകത ശ്രദ്ധിക്കുന്നത് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ആ കോയിലിലൂടെയുള്ള യഥാർത്ഥത്തിലുള്ള കറണ്ട് ഫ്ലോയ്ക്ക് വിപരീത ഡയറക്ഷനിലായിരിക്കും സെൽഫ് ഇൻഡക്റ്റൻസ് മുഖാന്തരം ഉണ്ടാകുന്ന EMF. അപ്പോൾ അതിൻ്റെ അകത്തെ പ്രവാഹത്തെ ഇത് പ്രതിരോധിക്കുകയാണ് ഈ സെൽഫ് ഇൻഡക്ഷൻ കൊണ്ടുണ്ടാകുന്നത്. ഫർദർ, ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് ടേൺസ്, ഏരിയ ഓഫ് ടേൺ, thickness of the conductor and the length of the coil. It is used in length of the coil. സെൽഫ് ഇൻഡക്ഷൻ എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? നമ്പർ ഓഫ് ടേൺ, എത്ര ടേൺസ് ഉണ്ടെന്നതിനെ, ചുരുളിൻ്റെ എണ്ണം എത്രയുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഏരിയ ഓഫ് ദി ടേൺ, എത്ര ഏരിയയിൽ അത് ചുറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ തിക്നെസ് ഓഫ് ദി കണ്ടക്ടർ, ആ കണ്ടക്ടറിൻ്റെ തിക്നെസ് എത്ര വണ്ണമുണ്ട് എന്നതിനെയൊക്കെ ആശ്രയിച്ച് ആ കോയിലിൻ്റെ വണ്ണത്തെയും നമ്പർ ഓഫ് ടേൺസിനെയും ഒക്കെ ആശ്രയിച്ചിരിക്കുന്നു സെൽഫ് ഇൻഡക്റ്റൻസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ചോക്ക്, റെഗുലേറ്റേഴ്സ്, ഓട്ടോ ട്രാൻസ്ഫോർമേഴ്സ്, ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് എക്സെട്ര. ഈ സെൽഫ് ഇൻഡക്റ്റൻസ് അത് നമ്മൾ എന്തിലൊക്കെയാണ് ഉപയോഗിക്കാറുള്ളത്? ചോക്ക്, നമ്മൾ ഈ ട്യൂബ് ലൈറ്റിനൊക്കെ ഉള്ള ചോക്കുകളുണ്ടല്ലോ, കറണ്ടിൻ്റെ വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടി, അത് സെൽഫ് ഇൻഡക്ഷനിലൂടെ ആദ്യത്തെ സപ്ലൈ വോൾട്ടേജ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ റെഗുലേറ്ററുകൾ, വോൾട്ടേജ് റെഗുലേറ്ററുകൾ, ഓട്ടോ ട്രാൻസ്ഫോർമേഴ്സ്, ഓട്ടോമാറ്റിക് ട്രാൻസ്ഫോർമറുകളുണ്ടല്ലോ, ട്രാൻസ്ഫോർമർ ഈ വൈദ്യുതിയുടെ വോൾട്ടേജ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ട്രാൻസ്ഫോർമറുകളിലും, ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ്, ഇടിമിന്നലിനെ പ്രതിരോധിക്കുന്ന ലൈറ്റ്നിങ് അറസ്റ്റേഴ്സിലൊക്കെ നമ്മൾ ഈ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഈ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഇത് സെൽഫ് ഇൻഡക്റ്റൻസ് ഒരു കോയിലിലൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ ഉൽപ്പാദിപ്പിക്കുന്ന ഫ്ലെക്സിൽ നിന്ന് വീണ്ടും അതിൽ മാഗ്നറ്റിക് ഫ്ലെക്സ് ഉണ്ടാകുകയും മാഗ്നറ്റിക് ഫ്ലെക്സിനെ ഖണ്ഡിക്കുകയും അതിലൊരു വിപരീത കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ് സെൽഫ് ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് when two coils A and B wound on the same core and an alternating current is passed through A, then an alternating magnetic flux is produced around the coil A, but the coil B is also placed in the alternating magnetic flux of coil A. Hence an EMF is induced in it, which is called mutually induced EMF, and this property of the coil is called mutual inductance. എയും ബിയും രണ്ട് കോയിലുകൾ ഒരു സെയിം കോറിൽ, ഒരേ കോറിൽ, അതിൻ്റെ ഒരു കോയിൽ ചുറ്റുന്നതിനുള്ള അതിനുള്ളിൽ വെച്ചിരിക്കുന്ന ആ പച്ചിരുമ്പ് ലോഹത്തകിടിനെയോ അല്ലെ ഇതിനെയാണ് കോറെന്ന് പറയുന്നത്, മാഗ്നറ്റിക് കോറെന്ന് പറയുന്നത്. ആ മാഗ്നറ്റിക് കോർ ഒരു കോയിലിൽ തന്നെ അല്ലെങ്കിൽ ഒരു കോറിൽ തന്നെ രണ്ട് കോയിലുകൾ ചുറ്റിയിരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ രണ്ട് കോയിലുകൾ പരസ്പരം വിപരീത ദിശയിൽ ഒരു കോറിന് ചുറ്റിയിരിക്കുന്നുവെങ്കിൽ ഒന്നാമത്തേതിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് കൊണ്ട് രണ്ടാമത്തേതിലൊരു വൈദ്യുതി പ്രേരിതമാക്കുന്നു. അങ്ങനെ ഒരു കോയിലിൽ നിന്ന് മറ്റൊരു കോയിലിൽ വൈദ്യുതി പ്രേരിതമാക്കപ്പെടുന്നതിനെയാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഫോർമുലകളൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും നമ്മൾ സാധാരണഗതിയിൽ ITIൽ വരാറില്ല. ഈ ഫോർമുലകൾ അറിഞ്ഞിരിക്കുക അത്രമാത്രം. സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണ്, ഇൻഡ്യൂസ്ഡ് EMF എന്താണ്, അതുപോലെ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്ത് ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. കാര്യങ്ങൾ മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടെ വായിച്ച് മനസ്സിരുത്തി പഠിച്ച് വെക്കുക. ഓക്കെ, താങ്ക് യു എവരി വൺ.